ഹബീബിന്റെ വസിയ്യത്താണ്, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ. ബോട്ടിലാണെങ്കിലും കപ്പലിലാണെങ്കിലും കരയിലാണെങ്കിലും നിസ്കാരത്തിൻ്റെ നേരമായാൽ ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണേ. അസ്വലാ എവിടെയാണെങ്കിലും വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ ആശ്രിതരായി കഴിയുന്ന മുഴുവൻ ആളുകളെയും നിങ്ങൾ ശരിക്കും നോക്കേണമേ. അതിൽ അടിമകളുണ്ട്, ജോലിക്കാരുണ്ടാകാം, നിങ്ങളുടെ ഭാര്യമാര്, മക്കള്. നിങ്ങൾ അവരെ ശരിക്കും നോക്കണേ, അവരെ പരിപാലിക്കണേ, അവരെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുതേ എന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അസ്വലാ അസ്വലാ, നിസ്കാരം നിലനിർത്തണേ. സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശാഉം മാത്രമല്ല, സുന്നത്തുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പുണ്യനബി ഞങ്ങൾ പറഞ്ഞു, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹ്. നിങ്ങൾ ഓരോരുത്തരും മരണം ആസന്നമാകുന്ന നേരത്ത് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണമേ. ഈ പറഞ്ഞ ഹദീത്ത് മരിക്കണ വരെ മറക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ വിജയത്തിൻ്റെ താക്കോലാണ്. നമ്മൾ എന്തൊക്കെ ഗുരുത്തക്കേട് ജീവിക്കുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു പുറത്തു തരാൻ കഴിയുന്നവനാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കണം, തൗബ ചെയ്യണം. എങ്ങാനും നമ്മൾ മരണമാസന്നമാകുന്ന നേരത്ത് ലോകത്തോട് വിട പറയുകയാണ്, ഒരു ഡെഡ്ലി ആക്സിഡന്റ് നടന്നിരിക്കുകയാണ്. സങ്കല്പിക്കുക, കുറച്ചു നേരമൊക്കെ ബോധം ഉണ്ടാവും. വലിയ ആക്സിഡൻ്റൊക്കെ ആയ ഒന്ന് വീണിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന നേരമുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല എന്ന്, അപ്പോഴേക്കും തിരിച്ചു വീഴുകയും ചെയ്യും. ആ ഒരു നേരം നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കണമേ. എൻ്റെ റബ്ബനിക്ക് മാപ്പ് തരും, എൻ്റെ റബ്ബനിക്ക് പുറത്തു തരും. ഞാൻ എൻ്റെ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. ഖബറിലേക്ക് നീങ്ങുന്ന എൻ്റെ യാത്ര എൻ്റെ റബ്ബിലേക്കുള്ള യാത്രയാണ്. എൻ്റെ അള്ളാഹു എന്നെ പിടിച്ച് ശിക്ഷിക്കൂല. അള്ളാഹു എനിക്ക് മാപ്പ് തരും. അല്ലാഹുമ്മ ഗ്ഫിർലി, മാപ്പ് തരണേ എന്ന് റബ്ബിനോട് ചോദിച്ച് അള്ളാഹു പുറത്തു തരും എന്ന് തന്നെ വിചാരിക്കണേ. ഏത് തെറ്റുകൾ? നിങ്ങളും പടച്ചോനും തമ്മിലെ തെറ്റുകൾ അങ്ങനെയാണ്. നിങ്ങളും പടപ്പുകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഫേസ്ബുക്കിലൊക്കെ ഉത്തർന്ന് ഇങ്ങനെ എഴുതുന്ന കുട്ടികളോട് പറയുന്നത്, ഇത് എഴുതാനും ഭയങ്കര രസം, അതൊക്കെ ഭയങ്കര രസമായിരിക്കും. ഇങ്ങനെ എഴുതി വിടുക, കുറേ ആൾക്കാരിങ്ങനെ ഷെയർ ചെയ്യുക, കുറേ ലൈക്ക് ഇങ്ങനെ കിട്ടുക. പച്ച ഗീബത്തും നമീമത്തുമല്ലേ എഴുതി വിടുന്നത് മനുഷ്യന്മാരെ കുറിച്ച്. ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടിക്കുക? അള്ളാഹു പൊരുത്തപ്പെടണമെങ്കിൽ ആരൊക്കെ കുറിച്ചാണ് നിങ്ങൾ എഴുതിയത് അവരൊക്കെ അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ആവേശം കിട്ടണമെങ്കിൽ ഇത് എഴുതിക്കോളി എന്ന് പറയുമ്പോൾ ആവേശം ഉണ്ടാവുള്ളൂ. ഞാനതല്ല പറയാ. മോശപ്പെട്ടത് എഴുതരുത്, ഗീബത്തിന് മീമത്തുകൾ എഴുതരുത്. സയ്യിദന്മാർ, തങ്ങന്മാർ, ആലിമീങ്ങൾ, ദീനിൻ്റെ ഖാദിമീങ്ങൾ, ദീനിന് വേണ്ടി പണിയെടുക്കുന്നവർ, ഒരു ശ്രാമ്യപ്പള്ളി പോലും ഉണ്ടാക്കാത്ത ആൾക്കാരാണ് ദീനിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആലിമീങ്ങളൊക്കെ കുതിര കയറാൻ വേണ്ടി വരിക. ചെയ്യരുത്. എന്ത് ഗുരുതരമായ, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, മിണ്ടാണ്ടിരുന്നോ. ചെയ്തവർ അവരുടെ അമല് കൊണ്ട് അവർ രക്ഷപ്പെടും. നീയോ എൻ്റെ ഫേസ്ബുക്ക് പേജ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നത്? അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളും പടച്ചോനും തമ്മിലുള്ള വിഷയം അള്ളാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കുക, അള്ളാഹു പുറത്തു തരും. പടപ്പുകൾ തമ്മിലുള്ളതോ അവരോട് പൊരുത്തപ്പെടിക്കണ്ടേ മരണത്തിൻ്റെ മുമ്പ്? അതിന് സാധിക്കണമെന്നുണ്ടോ? നിങ്ങൾ എഴുതി വിട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴേക്ക് എത്രയായിരം ആളുകളുടെ അക്കൗണ്ടിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഡിലീറ്റ് അടിച്ചാലും അതെന്ത് ചെയ്യും? പലരും അപ്പോഴേക്കും സേവ് ചെയ്ത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ തെറ്റല്ലേ? നിങ്ങളുടെ അക്കൗണ്ടിലല്ലേ ആ പാപഭാരങ്ങൾ വരുന്നത്. അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് ഹു ഈസ് ദ റിയൽ ബാങ്ക്രപ്റ്റ്? നിങ്ങൾക്കറിയോ ഏറ്റവും വലിയ പാപ്പരായ മനുഷ്യൻ ആരാണ്? പൈസ ഇല്ലാത്തവനും വീട് കുത്തിരിച്ചു പോയവനൊന്നും അല്ല. ഈ നന്മകളുമായി എല്ലാ നന്മകളും കൊണ്ട് പരലോകത്തേക്ക് എത്തി. പക്ഷെ അവിടെ മനുഷ്യന്മാരെ കൊന്നിട്ടുണ്ട്, ചോര ചിന്തിയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. അവരൊക്കെ പറയും, റബ്ബേ ഇവൻ എന്നോട് പൊരുത്തപ്പെടിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ ഹക്ക് വേണം. അവൻ ചെയ്ത മുഴുവൻ അമലും ഇവർക്ക് അങ്ങനെ കൊടുത്ത് തീരും. പരാതിക്കാർ ബാക്കിൽ വേറെയുണ്ട്. അപ്പോൾ കൊടുക്കാൻ നന്മയില്ല. അവരുടെ തെറ്റുകൾ ഇവൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കും. അങ്ങനെ ഈ മനുഷ്യൻ നരകത്തിലേക്ക് എറിയപ്പെടും. അവനാണ് പാപ്പരായവൻ.
നല്ല സ്വാലിഹായ അമലുകളുമായി വന്നവനാ. പക്ഷെ നാവിനും വിരലിനും ലൈസൻസ് ഇല്ല. വിരലെന്ന് പറഞ്ഞപ്പോൾ ടൈപ്പ് ചെയ്യാണല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ലൈസൻസ് ഇല്ലായിരുന്നു. അമൽ നഷ്ടപ്പെടും. പിന്നെ അപ്പം കരഞ്ഞിട്ട് കാര്യമില്ല. വലാകിന്നകും ലാ തുഹിബ്ബൂന നാസിഹീൻ. ശുഐബ് നബി പറയാ, ഉപദേശിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ? നല്ലത് പറഞ്ഞിരുമ്പോൾ ഇഷ്ടമല്ലല്ലോ. ഇല്ല, നിങ്ങൾ എഴുതിക്കോ എന്നാണ് പറയണം. നിങ്ങൾ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞോ എന്ന് പറയുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നല്ലേ? നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയുന്നവരെ നിങ്ങൾ എന്താ ഇഷ്ടപ്പെടാത്തത്? ശുഐബ് നബിയുടെ ചോദ്യമാണത്. വലാകിന്നകും ലാ തുഹിബ്ബൂന നാസിഹീൻ. അഹ്സിനുൽ ളന്ന ബില്ലാഹ് ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനുൽ ളന്ന ബില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ. മരണമാസന്നമാകുമ്പോഴെങ്കിലും, മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിക്കണം. വാപ്പയോ ഉമ്മയോ വേണ്ടപ്പെട്ടവരോ മരിക്കുകയാണ്, രോഗശയ്യയിലാണ്, സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കണം, അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും, സ്വർഗത്തിലേക്ക് അല്ലാഹു എത്തിച്ചു തരും. ഈ ദുന്യാവിൻ്റെ കഷ്ടപ്പാടവും വേദനയും എല്ലാം കഴിഞ്ഞ് അല്ലാഹു നിങ്ങളെ പറ്റി നല്ലത് വിചാരിക്കണേ എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഉപദേശിക്കണം. കാരണം അന ഇൻദ ഹുസ്നി ളന്നി അബ്ദി ബി വഅന മഅഹു ഹൈസു യദ്കുറുനി. എന്നെപ്പറ്റി എങ്ങനെയാണോ എൻ്റെ അടിമകൾ എന്നെപ്പറ്റി വിചാരിക്കുന്നത്, ഞാൻ അങ്ങനെയാണ്. അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചാൽ അല്ലാഹു അങ്ങനെയാണ്. മക്കളൊക്കെ നന്നാവും, എൻ്റെ മക്കളെ അല്ലാഹു നന്നാക്കി തരും എന്ന് വിചാരിച്ചോ, മക്കളെ അല്ലാഹു നന്നാക്കി തന്നിരിക്കും. നേരെ മറിച്ച് സ്കൂളിൽ പോകുന്ന കാലത്ത് കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടാവും, ആൺകുട്ടികളായും പെൺകുട്ടികളായാലും. എൻ്റെ മകൻ പോയി, എൻ്റെ മോള് പോക്കാണ്, അവളിഞ്ഞ് നന്നാവില്ല, അവൻ നന്നാവില്ല, അല്ലാഹു ഇനി അവന് ഹിദായത്ത് കൊടുക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, കാര്യങ്ങൾ ചിലപ്പോൾ ആ വഴിയിലേക്ക് നീങ്ങിയേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നല്ലതേ പറയാവൂ, മക്കൾക്ക് വേണ്ടി നല്ലതിനെ ദുആയിരക്കാവൂ. അന ഇൻദ ഹുസ്നി ളന്നി അബ്ദി ബി വഅന മഅഹു ഹൈസു യദ്കുറുനി. എവിടെയെല്ലാമാണ് അവൻ എന്നെക്കുറിച്ച് ഓർക്കുന്നത്, ഞാൻ അവിടെയുണ്ട്. അല്ലാഹുവിൻ്റെ സാമീപ്യം, അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ സാമീപ്യം അല്ലാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിലുണ്ട്. നല്ലത് വിചാരിക്കണം. അല്ലാഹുവിനെ പറ്റി നല്ലത് വിചാരിച്ചാൽ നല്ലതാണ് സംഭവിക്കുന്നത്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹു. ആരാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, അവരെ കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടും. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹു. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത്, അവരെ കാണാൻ അല്ലാഹുവിനും വെറുപ്പാണ്. ഖാലൂ, ഇത് നബി തങ്ങൾ പറഞ്ഞപ്പോ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുന്നതിനെയാണോ നബിയെ പറയുന്നത്? ഞങ്ങളൊക്കെ മരിക്കാൻ വെറുക്കുന്നവർ തന്നെയല്ലേ? നമുക്കൊക്കെ തോന്നുന്നില്ല ഇപ്പൊ മരിക്കണ്ട എന്ന്. അങ്ങനെ വന്നാൽ അല്ലാഹുവിനെ ഞങ്ങളെ കാണാൻ വെറുപ്പാണ് എന്നാണോ അർത്ഥം? ഫകുല്ലുനാ യക്റഹുൽ മൗത്ത് ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യവാൻ നബി തങ്ങൾ പറഞ്ഞു, അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നൽ അബ്ദൽ മുഅ്മിന, സത്യവിശ്വാസിയായ ഒരാൾ, ഇദാ ഹുളിറ, ആ മനുഷ്യന് മരണമാസന്നമായാൽ, ബുശ്ശിറ ബിറഹ്മത്തിൻ മിനല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നു എന്ന് മലക്കുകൾ ആ മനുഷ്യന് ചെന്ന് പറഞ്ഞു കൊടുക്കും. ഫഫരിഹ, മരിക്കാൻ പോവാൻ, മലക്കൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, സ്വർഗം ഇങ്ങോട്ടാ പോരുന്നിട്ടോ, വരുന്നില്ലേ? അപ്പോൾ സന്തോഷിക്കും. അപ്പോൾ ഇപ്പോൾ പുഞ്ചിരിക്കും. ഇപ്പോൾ പറയില്ല, ചില മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ എന്തൊരു പുഞ്ചിരിയായിരുന്നു ആ ഉമ്മാക്ക് അല്ലെങ്കിൽ ആ ഉപ്പാക്ക്. ഇങ്ങനെ പുഞ്ചിരിച്ചൊരു മയ്യത്ത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? സ്വർഗം കാണുമ്പോൾ അവർ സന്തോഷിക്കും. ഫഫരിഹ വഅഹബ്ബ ലിഖാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് പോരുന്നോ എന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിനെ കാണാൻ ആ മയ്യത്ത് കൊതിക്കും. ഫഅഹബ്ബല്ലാഹു ലിഖാഅഹു, ആ ആളെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാവും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മരണമാസന്നമാകുന്ന നേരം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയപരാജയം നിർണ്ണയിക്കപ്പെടുന്ന സമയമാണത്. അതുവരെ നമുക്കൊന്നും പറയാൻ പറ്റൂല. അല്ലാഹു നല്ല ഹുസ്നുൽ ഖാത്തിമ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ ഇടയിലുള്ള ഈ ഓട്ടാണ് ഇതൊക്കെ കഴിഞ്ഞ് അവസാനം വരാവുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എൻഡിങ് പോയിന്റ് ഇവിടെ ആയിരിക്കണം. വഇന്നൽ കാഫിറ ഇദാ ഹുദിറ ബുശ്ശിറ ബിസഖത്തിൻ മിനല്ലാഹ്, പടച്ചവനെ നിഷേധിക്കുന്നവർ,
അങ്ങനത്തെ ചില ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാവും. അതിലൊക്കെ കയറിയിട്ട് കമൻ്റ് ഇട്ട് അതിനൊക്കെ തംസപ്പും കൊടുത്ത് ലൈക്കും ചെയ്ത് അവരുടെ കൂടെ കൂടി നടന്നവർ. ഇദാ ഹുദിറ, മരണം അവർക്ക് ആസന്നമാകുമ്പോൾ, ബുശ്ശിറ ബിസഖത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിൻ്റെ കോപം അവർക്ക് വരുമെന്ന് അല്ലാഹുവിൻ്റെ മലക്കുകൾ കാണിച്ചു കൊടുക്കും. വഅദാബ്, നരകത്തിൻ്റെ അദാബിൻ്റെ മലക്കുകൾ കാണിച്ചു കൊടുക്കും. അപ്പൊ ഞാനില്ല ഫകരിഹ ലിഖാ അല്ലാഹ്, ആ ഒരു തീയിന്റെ ചൂടിലേക്ക്, തീജ്വാലകളിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് ദൈവനിഷേധികൾ ആർത്ത് നിലവിളിക്കും. വകരിഹല്ലാഹു ലിഖാഅഹു, ആ മനുഷ്യനെ കാണാൻ അല്ലാഹുവിനും വെറുപ്പാകും എന്ന് പുണ്യ റസൂൽ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. യാ റബ്ബി ഇൻ അലുമത് ദുനൂബി കസറതൻ فلقد علمت بأن عفوك أعظم يا رب إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم إن كان لا يرجوك إلا محسن فبمن يلوذ ويستجير المذنب ربي دعوتك ما أمرت تضرعا فإذا رددت يدي فمن ذا يرحم. അല്ലാഹുവേ, പാപങ്ങൾ ഒരുപാട് ചെയ്തു കൂട്ടിയ ഞങ്ങൾ പാപികൾക്ക് മുട്ടാനുള്ള വാതിൽ നിന്റേതല്ലയോ റബ്ബേ? ആ വാതിൽ നീ അടച്ചുപൂട്ടിയാൽ ഏത് വാതിലാണ് റബ്ബേ ഞങ്ങൾ ചെന്ന് മുട്ടുന്നത്? അള്ളാഹുവിൻ്റെ ബാബിലല്ലേ നമുക്ക് മുട്ടാൻ കഴിയൂ. അതുകൊണ്ട് റബ്ബിനോട് മാപ്പ് ചെയ്തു തരാൻ പറയും. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും ഉലൈക الذين لعنهم الله فأصمهم وأعمى أبصارهم أفلا يتدبرون القرآن أم على قلوب أقفالها. പുണ്യ നബി തങ്ങൾ ചെയ്ത വസിയത്ത്, നമ്മൾ നൂഹ് നബിന്റെ വസിയത്ത് കഴിഞ്ഞു. 2 സൂക്ഷിക്കണം, 2 ചെയ്യണം, 2 ചെയ്യരുത്. യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും വസിയത്ത് ചെയ്തത് പുണ്യ നബിയുടെ വസിയത്തുകളിലൂടെയാണ് വരുന്നത്. നിസ്കാരത്തെക്കുറിച്ച്, മുബശ്ശറാത്തുകളെക്കുറിച്ച്, ജസീറത്തുൽ അറബിൽ ദീനിന്റെ സ്ഥാനത്തെക്കുറിച്ച്. ഇനി ഇതാ അർഹാമകും അർഹാമകും, ഹബീബായ നബി അവസാനം പറഞ്ഞ ഹബീബിന്റെ ചില വാക്കുകളാണിത്, ഹദീസുകളാണ്. അർഹാമകും അർഹാമകും, ഹദീസ ചെറിയ ഒറ്റ വാക്കേ ഉള്ളൂ. അർഹാമകും അർഹാമകും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണേ, കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റരുതേ, ചോരബന്ധങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണമേ. മനുഷ്യന്മാരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വെറുപ്പിക്കലും ചില ഉണ്ടാവും. അതൊക്കെ പുറത്തൊടുക്കിൻ. മരിക്കണവരെ മിണ്ടാണ്ട് അടക്കുക. ഒരു കല്യാണത്തിന് വിളിച്ചാലും പോവില്ല, ഇനി ഞാൻ നന്നാവൂല, എന്നെ വിളിക്കണ്ട, ഞാൻ ആ പുരയ്ക്ക് കാല് വെക്കൂല എന്നൊന്നും ഉമ്മമാരെ ഉപ്പമാരെ നമ്മളാരും പറയല്ലേ. ചെറിയ ജീവിതമാണ്, എത്ര പെട്ടെന്നാണ്. നേരത്തെ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ് പൂതി തീർന്നിട്ടില്ല, അപ്പോഴേക്കും കുട്ടീനെ കെട്ടിക്കാനായി. ഇതാണ് ജീവിതം, അത്ര പെട്ടെന്ന് തീരുന്ന ലോകമാണ്. ഇതിൻ്റെ ഇടയ്ക്കിൻ്റെ മയ്യത്ത് പോലും കാണാൻ വരരുത്, എൻ്റെ വീട്ടിൽ അവനെ ചവിട്ടാൻ വിടരുത്, ഇങ്ങനെയൊന്നും പറയണ്ട. മാപ്പ് ചെയ്ത് കൊടുക്കും, പുറത്തു കൊടുക്കും, സാരല്ല. അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളല്ലേ. ഇന്നത്തെ സദസ്സുകൾ വന്ന് മുതലായിട്ടുണ്ടെങ്കിൽ ഇന്ന് പറ്റുമെങ്കിൽ ഇന്നല്ലേ നാളെ രാവിലെ പിണക്കുള്ള വിഷയങ്ങളൊക്കെ ചെന്ന് പൊരുത്തപ്പെടിക്കുക. കാക്ക പൊരുത്തപ്പെട്ടേക്ക്, അനുജനെ മാപ്പുതാ, എളാപ്പയോട് മൂത്താപ്പയോട് മാപ്പ് ചോദിക്കുക, പൊരുത്തപ്പെടി. അമ്മായിയോട്, എളാമ്മയോട്, മൂത്തമ്മയോട് മാപ്പ് ചോദിച്ചാൽ കൊടുക്കണം. അങ്ങനെ എനിക്ക് പുറത്തു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു തരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് പലർക്കും അറിയില്ല. മാപ്പ് ചോദിച്ചു, ഞാൻ പൊരുത്തപ്പെടില്ല, അന്നേ പറഞ്ഞതല്ലേ, എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന്, എന്തിനാ വന്ന്, അങ്ങനെയൊന്നും പറയരുത്. എന്നാ സാരല്ല, ഓക്കെ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കുക അള്ളാഹുവിന് വേണ്ടി. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? ഫഹൽ അസൈതും മിൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു മാറ്റുകയും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണോ? അതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? സൂറത്ത് മുഹമ്മദാണിത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കുടുംബബന്ധം മുറിച്ചു മാറ്റുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാം അല്ലാഹു തആല? കുടുംബം എളാപ്പയോടും വാപ്പാനോടും മിണ്ടാത്ത മക്കൾ, ഉമ്മയോടും മിണ്ടാത്ത മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം പിണങ്ങി നിൽക്കുന്നവര്, അല്ലാഹു ശപിച്ചവരാണവർ. എന്താ വേണ്ടത്? ശാപുണ്ടാവും. ഈ വെറുപ്പ് മനസ്സ് കൊണ്ടുനടക്കാൻ പാടില്ല. അത് പുറത്തു കൊടുക്കുക. അത് വലിയൊരു ക്വാളിറ്റിയാണ്. അത് എളുപ്പമല്ല കേട്ടോ. നിങ്ങൾ പുറത്തു കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞാൽ മുരേ നിങ്ങൾ പോണവരെ ഞങ്ങൾ സഹിച്ചേക്കാം. നാളെ മുതൽ ഉംറക്ക് പോകുമ്പോണ്ടാ പരിപാടി. പൊരുത്തപ്പെടണേ. മുമ്പൊക്കെ നേരിട്ട് പോകും. ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് ഫോൺ വിളി, ഇപ്പം വാട്സപ്പിൽ കൂട്ട മെസ്സേജാ, ഞാൻ നാളെ പോവുകയാണ്, ആരോടെ എന്ന് ചെയ്ത് പൊരുത്തപ്പെട്ടേക്ക്. അതൊന്നും പൊരുത്തപ്പെടിക്കലാവില്ല കേട്ടോ. ചെന്ന് ഓരോരുത്തരോട് ദുൽമ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരോട് ചെന്ന് പൊരുത്തപ്പെടിക്കണം. അല്ലാതെ കോമൺ ആയിട്ട് പറയാണ്, കുഴപ്പമൊന്നുമില്ല. ഉംറ കഴിഞ്ഞിട്ട് കാണിച്ചു തരാമെന്ന് അതിൻ്റെ അർത്ഥം. പോണവരെ അല്ലെ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പഴയ പരിപാടിനെ തുടങ്ങും. അതുവരെ ഒന്ന് പൊരുത്തപ്പെട്ടേക്ക്. അങ്ങനെയല്ല വേണ്ടത്. ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു ശപിച്ചവരാണ് കുടുംബബന്ധം മുറിക്കുന്നവര്, നാട്ടിൽ ഫിത്നയുണ്ടാക്കുന്നവര്. ഫഅസമ്മഹും, അവരൊന്നും ആര് പറഞ്ഞാലും നല്ലത് കേൾക്കാൻ അവരെ കൊണ്ട് കഴിയില്ല. വഅമാ അബ്സാറഹും, അവരുടെ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു. ഒരു നന്മയും പിന്നെ അവർ കാണില്ല. ആരോടാ ദേഷ്യം? അവരിൽ ഒരു നന്മയും കാണില്ല. ഒരാളോട് ഇഷ്ടമാണോ അവരുടെ ഒരു തിന്മയും കാണൂല. അങ്ങനെയല്ലേ? നല്ല ഇഷ്ടത്തിലാണ്. എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും അവിടെ പ്രശ്നമില്ല. ഇഷ്ടക്കേടുണ്ടോ പറയുന്നതും തുമ്മണത് വരെ കുറ്റായിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, ഖുർആൻ നിങ്ങളോട് പറയുന്ന ഈ ആശയങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങളോട് കുടുംബബന്ധം ചേർത്തണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണത് അനുസരിക്കാത്തത്? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങളും നിങ്ങളുടെ മൈൻഡുകളും പൂട്ടിയിരിക്കുകയാണോ? ഈ പറയുന്ന സത്യം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിച്ച ആൾക്ക് സ്വർഗ്ഗം പ്രവേശനമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സ്വഹാബികളുടെ ചില വസിയത്തുകളിലേക്കാണ്. നമ്മൾ കേട്ടതിൽ നല്ലതുണ്ടാവും, ഏറ്റവും നല്ലതുണ്ടാവും. അത് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക. ഖുർആനെ സംബന്ധിച്ച് അങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞു. നമ്മൾ കേട്ട ഖുർആനിൽ الذين يتبعون القول فيتبعون الذين يستمعون القول فيتبعون احسنه. ഖുർആൻ കേൾക്കുകയും അതിൽ ഹസനും അഹ്സനേ ഉള്ളൂ, നല്ലതും ഏറ്റവും നല്ലതും ഏതാ ഖുർആനിലുള്ളൂ. അതിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കണം എന്നാണ്. കേടും നല്ലതും നല്ല, നല്ലതും ഏറ്റവും നല്ലതും, അതിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.